പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തീർച്ചയായും ഈ തിരക്കിന്റെ ഇടയിൽ ചിലപ്പോൾ തിരഞ്ഞാലൊന്നും കണ്ടെന്ന് വരില്ല. അവരത് കണ്ടുപിടിച്ച് ഇൻഷാ അല്ലാ ഒരാഴ്ചക്കുള്ളിൽ തോട്ടം രാജശേഖരൻ സാറ് അറിയിക്കുക. അദ്ദേഹം അതിൽ ഈ നമ്മുടെ ഡിബേറ്റിൽ ഇടയാളനായതുപോലെ അദ്ദേഹം ഇടയാളനാകട്ടെ. ഇൻഷാ അല്ലാ അദ്ദേഹത്തിന്റെ ആ കാര്യത്തിലുള്ള പ്രസ്താവന നിച്ചോ പ്രൂത്തിന്റെ പ്രസിദ്ധീകരണമായ സ്നേഹസംവാദത്തിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇല്ല, തെരയണ്ട, സത്യം ഇല്ല, ഖുർആനിലില്ല. ഞാൻ പറഞ്ഞല്ലോ ജോബ് അങ്ങനെ അങ്ങ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാതെ ഞാൻ പറഞ്ഞല്ലേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതല്ലേ ഇതിനകത്തുണ്ട്. ആ സാധനങ്ങളെല്ലാം ഖുർആനിൽ നോക്കി എഴുതിയതാണ്. അതിനകത്ത് വചനം എടുത്തോളൂ, യാതൊരു പ്രശ്നമല്ല. നിച്ചിന്റെ പ്രവർത്തകർ ആ രീതിയിലുള്ള ടെക്നിക്കൊന്നും വേണ്ട. ഈ ഡിബേറ്റിന്റെ ടെക്നിക്കുകളൊക്കെ ഞങ്ങൾക്കും അറിയാം. ഹോസ്റ്റൽ റെഡിയാണ്, നമ്മൾ റെഡിയാണ്. റെഡി ആയിക്കോളൂ, എടുത്തോളൂ. ഞാനിന്ന് പ്രസന്റ് ചെയ്ത ഇതിൽ നിന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ഏതാ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് മനസ്സിലായിരുന്നില്ല. ഈ ബഹളം എല്ലാം കൂടെ വെക്കുന്നതാണ്. അല്ല അപ്പൊ അതിന്റെ അർത്ഥം വേറെ ഒന്നും നിങ്ങൾക്ക് പരാതിയില്ലെന്നല്ലേ പറഞ്ഞേ? അല്ലല്ല, ധാരാളം ഉണ്ട്. എങ്കിലും ഇതൊന്ന് 5 പ്രാവശ്യം പരാമർശിച്ചു സാറ്. ഇത് 5 പ്രാവശ്യം പരാമർശിച്ചതിന് പേരിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. അത് ഡിബേറ്റിന് വേറെ ടെക്നിക്കാ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞു ആയത്തുകൾ മാറ്റിയതാണ്. അതാണ് എന്റെ വിഷയം. ഇവിടുത്തെ വിഷയം അതാ. പരിശുദ്ധ ഖുർആനിൽ പറയാത്തൊരു കാര്യം ഖുർആന്റെ പേരിൽ ആരോപിക്കുക എന്നാണ് വിഷയം. ആ വിഷയമാണ് നമ്മൾ. അതിൽ 2 2 സ്റ്റേജിൽ നിന്ന് വന്ന് 2 പിടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് 1658 അതില്ലാന്ന് സമ്മതിച്ചു. 2ാമത്താണ് ഇപ്പൊ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനീ പ്രിപ്പയർ ചെയ്തതിനകത്ത് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരാഴ്ചക്കുള്ള അക്ബർ സാഹിബിനോ കണ്ടോ ഖുർആൻ ഉണ്ട് എന്ന് പറഞ്ഞ മുഹമ്മദ് നബി ആക്ഷേപിച്ച് ഖുർആൻ ഉണ്ട്. അവിടെ ചോദ്യം ചെയ്ത് മറുപടി ഇല്ല, തെളിയിക്കാൻ കഴിയില്ല. ഇപ്പൊ തപ്പിത്താന്ന് പറഞ്ഞു. തപ്പിയോ? മുങ്ങിത്തപ്പിയിട്ട് കിട്ടിയോ? ഇല്ല. ഈ രൂപത്തിൽ നടന്നൊരു വാദപ്രതിവാദേ അതിനെ മുസ്ലിംമാര് കോട്ടിപടുന്ന ആലോചിക്കുക. എത്ര വൃത്തിയുണ്ടാവും മനസ്സിന്, എത്ര ആഴുണ്ടാവും മനസ്സിന്. നമ്മളിത് ചിന്തിക്കണ്ടേ? ഇനിയോ പിന്നെ ഇവരൊരു ഉപകാരം ചെയ്തെന്നു സംവാദത്തിന്. വാദപ്രതിവാദത്തിൽ ഏത് വാദപ്രതിവാദമായിരുന്നാലും ആ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇവരുടെ വക ഒരു സംഭാവന ഉണ്ട്. ആരുടെ? ഈ സക്കാഫികളുടെ വക. എന്താ സംഭാവന? കേട്ടോളൂ. ഇവരുടെ വക അവിടെ കിട്ടിയ സംഭാവന. താങ്കള് വളരെ ആളുകളുമായിട്ട് ഡിബേറ്റ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. താങ്കൾ ഡിബേറ്റ് നടത്തിയിട്ടുള്ള എല്ലാ സീഡികളും തന്നെ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും താങ്കൾ അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോകുന്ന ഒരു അബദ്ധം, അത് പറയാതിരിക്കാൻ തരമില്ല. കാരണം നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തകർ ആരെങ്കിലും ചെറിയ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിളിച്ച് ഡിബേറ്റിന് വരുത്തി വ്യക്തമായി ഖുർആൻ വായിച്ചിട്ടില്ലാത്തവരോ ഹദീസുകൾ എന്തെന്ന് അറിയാത്തവരോ അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ച് ഇതേപോലെ ലോജിക്കലായിട്ട് പഠിക്കാത്തവരോ മനസ്സിലാക്കാത്തവരെയോ സ്റ്റേജിൽ വിളിച്ചു വരുത്തി ഒരു സമൂഹത്തെ മുഴുവൻ അവഹേളിച്ച് കാസറ്റ് ഇറക്കി താങ്കൾ വലിയ സ്നേഹസംവാദം എന്ന മാസികയും ഇറക്കി. ഓക്കെ, അല്ല, അതിനെക്കുറിച്ച് പറയുകയാണ്. ഇറക്കിക്കൊണ്ട് താങ്കൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആ പുസ്തകത്തിൽ താങ്കൾ ഒരു പേജ് കൂടി കൂട്ടിവെക്കണം. കാരണം എത്രമാത്രം അനാചാരങ്ങൾ, എത്രമാത്രം ഈ നിങ്ങളുടെ സമുദായത്തിൽ തന്നെ എന്തെല്ലാം നടക്കുന്നു, അതിനെതിരെ ഒരു 1/2 പേജ് മാറ്റി വെക്കുക. അതെല്ലാം നല്ലത്. അല്ലാതെ അവർ വീടുമായിട്ട് ഡിബേറ്റ് നടത്തി മറ്റൊരു സമൂഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമാണ് എന്ന് അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇവിടെ നിർത്തുകയാണ്.
സിജോ, എന്നെ സംബന്ധിച്ചിടത്തോളം, നിച്ചോപ്രത്തിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരാരായിരുന്നാലും കണക്കാ, ഹിന്ദുക്കൾ ആരായിരുന്നാലും കണക്കാ. നിങ്ങളുടെ സഭയായാലും അല്ലാത്ത സഭയാണെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്ക്, എന്റെ മുന്നിലിരിക്കുന്ന ഇദ്ദേഹവുമായി ഞാൻ ഡിബേറ്റ് നടത്തിയിട്ടില്ല, ഈപ്പനുമായി. അതിന്റെ കാസറ്റ് ഇറക്കിയിട്ടില്ല, എഡിറ്റ് ചെയ്തിട്ടാണ് ഇറക്കിയത് അല്ലേ? ഈപ്പൻ പറയട്ടെ ഇല്ലാന്ന്. ഇത് വർഗീസ് മാളിയേക്കലായിട്ട് നടത്തിയിട്ടില്ലേ? പരസ്യവേദിയിൽ വെച്ചിട്ടല്ല നടത്തിയത്. ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിൽ കേരളത്തിൽ നിന്ന് കാര്യമായി സംഭാവന ചെയ്യുന്ന ആളാണ് ഡോക്ടർ ജോൺസൺ ഫിലിപ്പ്. അപ്പോളജറ്റിക്സിന് വേണ്ടി നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഡോക്ടർ ജോൺസൺ ഫിലിപ്പായിട്ട് ഇതേപോലെ ഡിബേറ്റ് നടത്തിയില്ലേ? മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങളാണെങ്കിൽ തീർച്ചയായും സുഹൃത്തിനെ അറിയാത്തതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾ പറയുന്നതിന്റെ ഒരു 4 ഇരട്ടി ശക്തിയിൽ അവിടെ പറഞ്ഞ് പലപ്പോഴും ശക്തമായ വിമർശനങ്ങളും ശക്തമായ പ്രതികരണങ്ങളും വരെ ഏറ്റുവാങ്ങുന്ന ആളുകളാണ് ഞങ്ങൾ. അതെന്റെ സുഹൃത്തിനെ അറിയാത്തതുകൊണ്ടാണ്. കുറച്ചുള്ള ഫിന്നിക്ക് അറിയായിരിക്കും അല്ലെ? ഫിന്നിക്ക് കുറച്ചുകൂടി അറിയും വ്യക്തിപരമായിട്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് ഞങ്ങൾ പറയുന്ന ഇത് ആരായിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായി പറയാലോ, എന്താന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആൻ മാത്രമാണ് ദൈവികമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു ഗ്രന്ഥം ഞങ്ങൾ അറിയുന്നു. ഇസ്ലാമാണ് മനുഷ്യർക്ക് സ്വർഗത്തിലെത്താനുള്ള ഒരേ ഒരു മാർഗം. നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് വിശ്വസിക്കുന്ന പോലെ തന്നെ തീർച്ചയായും ആ വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും നിത്യനരകത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തുക എന്ന ദൗത്യമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരുടെയും വികാരം, എന്റെ ഏതെങ്കിലും ഒരു ഡിബേറ്റിൽ ആരുടെയെങ്കിലും ഒരു വികാരം ഞാൻ വ്രണപ്പെടുത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. യേശു ദൈവമല്ല എന്ന് ബൈബിൾ അനുസരിച്ച് ഞങ്ങൾ സ്ഥാപിക്കാറുണ്ട്. അത് ഞങ്ങളുടെ വിശ്വാസമാണ്. യേശു ദൈവമല്ലാന്ന് ദൈവമാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് അവകാശമുള്ളത് പോലെ തന്നെ. കാരണം എന്താ? യേശു എന്നത് ഞങ്ങളുടെ മഹാപ്രവാചകനാ. നിങ്ങളുടെ സ്വന്തം ഒരാളല്ല, ഞങ്ങളുടെ മഹാപ്രവാചകൻ. അദ്ദേഹം ഒരിക്കലും പറയാത്ത പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് നേരെ ആരോപിക്കുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തന്നെ, ഖുർആന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊന്നും വേണ്ട സിജു. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, കെട്ടുകണക്കിന് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടികൾ നമുക്ക് കണ്ടെത്താം. ഇൻഷാ അള്ളാഹു അനുഗ്രഹിക്കുമെങ്കിൽ എനിക്കുറപ്പാണ് പരിശുദ്ധ ഖുർആനിൽ ഒരു അബദ്ധമെങ്കിലും ഇല്ല എന്ന്, ഒരൊറ്റ അബദ്ധം പോലും ഇല്ല എന്ന് സ്ഥാപിക്കാൻ എനിക്ക് കഴിയും. പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമെങ്കിൽ ഇവിടെ കൂടിയ എല്ലാ സഹോദരങ്ങളോടും ഒരിക്കൽ കൂടി ഖുർആൻ പഠിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കണ്ടോ, അവിടെയും തടസ്സം കയറി വരിക. എന്ത്? നിങ്ങളുടെ കൂട്ടത്തിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നവരില്ലേ? അവരെ പോയി നന്നാക്ക്, ഞങ്ങളുടെയൊക്കെ വരണ്ട. അവിടെ ഈ സാധനം ഉണ്ട്, അവിടെയും വരും. എവിടെ ദീൻ പറഞ്ഞെടുത്തൊക്കെ ഈ സാധനം ഉണ്ട്. അതിനെ തടസ്സപ്പെടുത്താൻ, അതിനെ ഇടങ്കോലിടാനും അതിനെ തകർക്കാനും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തൊരു ലഅനത്താണത്. അള്ള ചെയ്തൊരു ലഅനത്താണ്. എവിടെ ഈ സാധനം കയറി വരിക? മാത്രല്ല, അതുകൊണ്ട് അവസാനിച്ചു. നിങ്ങൾ നോക്ക്, 10 മണിക്കൂർ ആ സംവാദം കഴിഞ്ഞു. ഒരു അറബിപ്പയ്യെന്ന് ക്ലിപ്പം കാണിച്ച് പോകാന്ന് മുസ്ലിയാർ വിചാരിച്ചെങ്കിൽ തെറ്റിദ്ധാരണയല്ലേ ഇത്? 10 മണിക്കൂർ നീണ്ട ആ സംവാദം കഴിഞ്ഞു. ആ സംവാദം ഒന്ന് അപ്പുറത്തെ ഭാഗവും ഇപ്പുറത്തെ ഭാഗവും ഇരുന്ന് വിശദീകരിക്കുമ്പോ നടുക്ക് ഒരു ഹൈന്ദവനായ തോട്ടം രാജശേഖരൻ സാർ ഇത് രണ്ടും കേട്ട് മീഡിയേറ്റർ ആയിട്ടിരിക്കുകയാണ്. 2 ഭാഗവും കേട്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഒരഭിപ്രായം. അമുസ്ലിമായ, ഹിന്ദുവായ, പ്രാസംഗികനായ, ചിന്തകനായ, മതങ്ങളെ സംബന്ധിച്ച് പഠിച്ച, സാഹിത്യം പഠിച്ച തോട്ടം രാജശേഖരൻ സാർ ഈ 2 പേരുടെയും 10 മണിക്കൂർ നീണ്ട ഡിബേറ്റ് കേട്ട് അവസാനം അദ്ദേഹം എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞ അഭിപ്രായം അതുകൂടി നിങ്ങൾ കേട്ടോളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ 10 മണിക്കൂറായി ഇവിടെ വാക്കുകളുടെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ മുങ്ങി നിൽക്കുകയായിരുന്നു നമ്മളെല്ലാവരും. സത്യത്തിൽ സമയം പോയത് അറിഞ്ഞില്ല. ഇത്രയും പ്രായമായ എനിക്ക്, ഞാൻ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരേ ഇരിപ്പ് ഇരുന്നിട്ടില്ല ഇത്രയും സമയം. പക്ഷേ സമയം പോയതറിഞ്ഞില്ല. അത്ര വിജ്ഞേയമായിരുന്നു അവതരണം. ഖുറാനും ബൈബിളും ഒരുമിച്ച് വായിക്കുന്ന ഒരു ആനന്ദം ഞാൻ അനുഭവിച്ചു. പലപ്പോഴും തിരക്കുകൾക്കിടയിൽ
ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനോ കൂടുതൽ ഗവേഷണങ്ങൾ നടത്താനോ ഒന്നും അവസരം കിട്ടാറില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ നടന്ന അതിവിജ്ഞേയമായ ചർച്ചകൾ വളരെയധികം ഫലപ്രദമായിരുന്നു. നിങ്ങളെല്ലാവരുടെയും ചിന്തയും വികാരങ്ങളെയും അത് ഉദ്ദീപിപ്പിച്ചു എന്ന് കാണുന്നതിലും വളരെ സന്തോഷമുണ്ട്. ഒരു തരത്തിൽ എനിക്ക്